പ്രേഷിതവാഹിനി വന്നിരാ പുതിയതൂതുമാ യേശുവിൻ സാക്ഷികളായി തീരാ ഉണരു യുവതയെ നീ ഒന്നിച്ചൊന്ന ചേരാം സ്നേഹം പങ്കുവെക്കാം അറിവിൻ മധുരം പകരാൻ മുന്നേറാം മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളം ഉജ്ജ്വലിപ്പിക്കാൻ മിഷനെ അറിയാം മിഷണറിയാകാം മിഷനെ സ്നേഹിക്കാം മിഷണറിയാകാം മിഷനെ അറിയാം മിഷണറിയാകാം മിഷനെ സ്നേഹിക്കാം മിഷണറിയാകാം മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറിയാകാൻ സഭയുടെ പ്രേഷിത അവബോധന പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ സംഭാവന സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാൻഡോ മീഡിയയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ദി അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ ക്വിസ് ഓൺ വീൽസ് സാൻഡോ മിഷൻ ക്വിസ്റ്റേമെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. പൂരങ്ങളുടെ നാടെന്നറിയപ്പെടുന്ന തൃശൂർ ജില്ലയിലെ മാർത്തോമാ ശ്ലീഹ സുവിശേഷം പ്രസംഗിക്കുകയും അനേകരെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്ത തൃശൂർ അതിരൂപതയിലാണ് നാം ഇന്നായിരിക്കുന്നത്. ബ്ലാഹേൽ തറവാട്ടുകാർ ദൈവാലയ നിർമ്മിതിക്കായി ദാനമായി നൽകിയ ഒരു വലവട്ടപ്പാട് എന്ന സ്ഥലത്ത് നിന്നും വളർന്നു വന്ന വലപ്പാടിന്റെ മണ്ണിലേക്കാണ് MSCയുടെ പ്രേഷിത വാഹിനി പ്രോഗ്രാമുകളും പാർട്ടിസിപ്പൻസും നിറയെ സമ്മാനങ്ങളുമായി ഇന്ന് എത്തിയിരിക്കുന്നത്. ഇനി എത്ര പാർട്ടിസിപ്പൻസ് ഉണ്ട് ലിഖിത നമുക്ക് ബാക്കി? 2 പാർട്ടിസിപ്പൻസ് അല്ലേ? 2 പാർട്ടിസിപ്പൻസ് ആണ് ഇനി നമുക്ക് ബാക്കിയുള്ളത്. 2 പേരെയും നമുക്ക് നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് ഈ പ്രേഷിത വാഹിനിയിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം. നമ്മുടെ പാർട്ടിസിപ്പൻസ് 2 പേരും പ്രേഷിത വാഹിനിയിൽ കയറാൻ നമുക്ക് മുന്നിലുണ്ട്. 2 പേരെയും ഒരു മത്സരം നടത്തി തന്നെ നമുക്ക് തീരുമാനിക്കാം ആരാണ് അടുത്തതായിട്ട് നമ്മുടെ പ്രേഷിത വാഹിനിയിൽ കയറാൻ പോകുന്നത്. ലെനെ, മത്സരം ഏതാന്ന് പറഞ്ഞേക്ക്. ഭാരതത്തിന്റെ അപ്പസ്തോലനാരാ? തോമസ് ലീഹ. എന്റെ ലിഖിതയെ നിന്നോടുള്ള ചോദ്യമല്ല, അത് അവരോടുള്ള ചോദ്യമായിരുന്നു. ഞാൻ ഓർത്തെ ഹെൽപ്പ് ചെയ്യാം. ശരിക്കുള്ള ക്വസ്റ്റ്യൻ ഏതാ? തോമസ് ലീഹ ഭാരതത്തിലെത്തി 7 പള്ളികൾ സ്ഥാപിച്ചു. അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അറിയാം, എനിക്കറിയാം. നിങ്ങൾക്കറിയില്ലേ? ആ 7 പള്ളികളുടെ പേര് 5 സെക്കൻഡ് സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ ആര് പറയുന്നു ആ വ്യക്തിയായിരിക്കും അടുത്തതായിട്ട് നമ്മുടെ MSTയുടെ പ്രേഷിത വാഹിനിയിലേക്ക് കയറാൻ പോകുന്നത്. മനസ്സിലായോ? വളരെ എളുപ്പമുള്ളൊരു മത്സരമാണ് ഇത്. ലെന, ഒരു കാര്യം ചെയ്യാം. ഞാൻ ടൈം നോക്കാം, ലെന കൗണ്ട് ചെയ്യണേ. സോ അവിടെ തുടങ്ങിയാലോ? ടൈം സ്റ്റാർട്ട്സ് നൗ. നിരണം, നിലയ്ക്കൽ, കോട്ടക്കാവ്, കൊക്കമംഗലം, പാലയൂർ. സ്റ്റോപ്പ്. നെക്സ്റ്റ്. കൊല്ലം, നിരണം, നിലയ്ക്കൽ, കോക്കമംഗലം. ആരാ ഏറ്റവും കൂടുതൽ പറഞ്ഞത്? ആരാ? എല്ലാവരും കൈ ചൂണ്ടിയിരിക്കുന്നത് ഡോൺസിനെയാണ്. ഡോൺസ് ആണ്. അപ്പൊ അടുത്തതായിട്ട് നമ്മുടെ പ്രേഷിത വാഹിനിയിൽ കയറാൻ പോകുന്നത്. വിഷമൊന്നുമില്ലല്ലോ. അപ്പൊ സീറ്റിലേക്ക് മടങ്ങാം. ഡോൺസ് ഇവിടെ വെയിറ്റ് ചെയ്യാം. അപ്പൊ അടുത്തതായിട്ട് പ്രേഷിത വാഹിനിയിലേക്ക് കയറാൻ നിൽക്കുന്നത് ഡോൺസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഡോൺസിനെ കുറിച്ച് അറിയാവോ? അവർക്കറിയാം, പക്ഷെ എനിക്കറിയില്ല. ലിഖിതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തായിരിക്കും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടാവുക? പ്രൊഫൈൽ വീഡിയോ ആണോ? അതെ, ലിഖിതയ്ക്ക് മാത്രമല്ല നമ്മുടെ എല്ലാ ഓഡിയൻസിനും ഡോൺസിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോൺസിന്റെ ഒരു പ്രൊഫൈൽ വീഡിയോ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
എൻ്റെ പേര് ഡോൺസ്റ്റി ഡേവിസ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ അതിമനോഹരമായ തീരദേശത്തുള്ള വലപ്പാട് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഇവിടെ തീരദേശമായതുകൊണ്ട് തന്നെ ഇവിടെ വലിയ മാതാവിൻ്റെ വിശ്വാസികളാണ് കൂടുതലും. അതുകൊണ്ട് ഞാനും ഒരു മാതാവിൻ്റെ വിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകാറുണ്ട്. ഞാൻ പള്ളിയിൽ പോകാറുള്ളത് ഞങ്ങളുടെ പള്ളിയായ സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് വലപ്പാടിലാണ്. ഈ പള്ളിയിലെ ഒരു ചെറിയ കുടുംബാംഗമാണ് ഞങ്ങളുടെ വീട്ടിൽ. എൻ്റെ വീട്ടിലുള്ളത് എൻ്റെ അമ്മാമ്മ, അപ്പൻ, അമ്മ, ചേച്ചി, അനിയൻ എന്നിവരാണ്. ചെറുപ്പം മുതലേ എന്നെ ദൈവവിശ്വാസത്തിലും ഭക്തിയിലും വളർത്തിയതുകൊണ്ട് ഈ ജീവിതത്തിൽ കുറേ നന്മകൾ കൈവന്നിട്ടുണ്ട്. എൻ്റെ ഹോബീസ് എന്ന് പറയുന്നത് ഫുട്ബോൾ കളിക്കുക, ക്യാരംസ് കളിക്കുക എന്നൊക്കെയാണ്. അത് വീട്ടുകാരുടെ ഒപ്പം കളിക്കുന്നതൊക്കെയാണ് എനിക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഇപ്പം എൻ്റെ ഒപ്പം കളിക്കുന്നത് അനിയനാണ്. ഞങ്ങൾ ഒരുമിച്ച് കളിക്കാറുണ്ട് എപ്പോഴും. ഡോൺസിന്റെ പ്രൊഫൈൽ ഇഷ്ടപ്പെട്ടോ? നമ്മൾ കാണുന്ന പോലെയൊന്നല്ല, ഇങ്ങനെ നിൽക്കണമെന്നേ ഉള്ളൂ. ആളൊരു മിടുക്കനാണ്. അപ്പം ആളെ പ്രേക്ഷിത വാഹനയിൽ കയറ്റി നമുക്ക് നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ? ഓഡിയൻസ് വെയിറ്റിംഗ് ആണ് ഡോൺസിന്റെ പെർഫോമൻസ് കാണാൻ. ഡോൺ റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ പ്രേക്ഷിത വാഹനത്തിൽ കയറിക്കോളൂ. റെഡിയാണോ? ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് അറിയാൻ ഡോൺസ് റെഡിയാണ്. 4 റൗണ്ടുകളാണ് നമുക്കുള്ളത്. ആദ്യം ഏത് റൗണ്ടാണ് വേണ്ടത്? ജെറുസലേം. സഭാ ചരിത്രത്തെ പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ് ജെറുസലേം. ഈ റൗണ്ടിൽ 2 ചോദ്യങ്ങളുണ്ടായിരിക്കും. ഒന്നാമത്തേത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ രണ്ടാമത്തേത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ചോദ്യത്തിലേക്ക് പോയാലോ? സീറോ മലബാർ സഭയിൽ എത്ര രൂപതകളുണ്ട്? 4 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഓപ്ഷൻസ് 13, 25, 35, 30. 35. ഒട്ടും ആലോചിക്കാതെ 35 എന്നുള്ള ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ശരിയാണോ നോക്കാം. ആൻസർ കറക്റ്റ് ആണ്, 35. ഈ റൗണ്ടിൽ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കൂടെ നമുക്കുണ്ട്. ആ ചോദ്യത്തിലേക്ക് പോകാം. സീറോ മലബാർ സഭയ്ക്ക് റോമിലുള്ള പള്ളി. ചോദ്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. സീറോ മലബാർ സഭയ്ക്ക് റോമിലുള്ള പള്ളി ഏത്? അറിയില്ല. ഡോൺസിന് അറിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഓഡിയൻസിന് ആർക്കെങ്കിലും ഈ ആൻസർ അറിയാമെങ്കിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് മുന്നോട്ട് വരാം. നമ്മുടെ ഡോൺസിന് ഒരു സമ്മാനം കിട്ടുന്ന ഒരു ചോദ്യമാണ് ഇത്. ഹെൽപ്പ് ചെയ്താൽ ഡോൺസിന് സമ്മാനം കിട്ടും. ആർക്കെങ്കിലും അറിയാമോ ഇതിൻ്റെ ആൻസർ? അവിടെ ഒരാൾ കൈ പൊക്കിയിട്ടുണ്ട്. 5 ആണ് കൈ പൊക്കിയിരിക്കുന്നത്. മുന്നോട്ട് പോരെ. സാന്താ അനസ്താസിയ ബസിലിക്ക. 5 ഇവിടെ ഒരു ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഡോൺസേ, ആ ആൻസർ ഉറപ്പിക്കുകയാണോ അതോ വേറെ എന്തെങ്കിലും ആൻസർ ഉണ്ടോ? ഡോൺസ് ആൻസർ ഉറപ്പിച്ചിരിക്കുകയാണ്. കറക്റ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് നോക്കാം. 4-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച സാന്താ അനസ്താസിയ മൈനർ ബസിലിക്ക. ആൻസർ കറക്റ്റ് ആണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ 5 സമ്മാനം മേടിച്ച് ഇവിടുന്ന് പോയി. പക്ഷെ ഇതാ വീണ്ടും ഈ എപ്പിസോഡിൽ നമ്മുടെ ഫ്രണ്ടിനെ ഡോൺസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മുന്നോട്ട് കടന്നു വന്നു. ഈ ആൻസർ ഉണ്ടല്ലോ, ഒരു പ്രാവശ്യം എനിക്ക് ഏതൊരു ക്വസ്റ്റിന് വന്നപ്പോൾ ഞാൻ തെറ്റിച്ചൊരു ആൻസർ ആയിരുന്നത്. ഇതെങ്ങനെയാ ലിഖിത മറന്നു പോകുന്നേ? ലോകത്തിലെ ഏറ്റവും പുരാതനമായ പള്ളികളിൽ ഒന്നാണ് സാന്താ അനസ്താസിയ പള്ളി. 2020 ജൂലൈ 8 റോമിലുള്ള 7000-ഓളം വരുന്ന സീറോ മലബാർ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് നൽകിയ പള്ളിയാണിത്. നമുക്ക് അഭിമാനിക്കാവുന്നൊരു കാര്യം കൂടിയാണ് ശരിക്കും ഇത്. അപ്പം 5 സീറ്റിലേക്ക് മടങ്ങാം. ഈ റൗണ്ടിന്റെ സമ്മാനം ഞങ്ങൾ ഡോൺസിന് കൊടുക്കട്ടെ. ഇനി ബാക്കിയുള്ളത് 3 റൗണ്ടുകളാണ്. ഏതാണ് ചൂസ് ചെയ്യുന്നത് ഡോൺസ്? ആർജന്റസ്. തോമസ് ലിഹായെയും മിഷനെയും കുറിച്ചുള്ള റൗണ്ടാണിത്. 2 ഓപ്ഷൻസ് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. സെയിൻറ്റ് തോമസ്, മിഷൻ. സെയിൻറ്റ് തോമസ് എന്ന ഓപ്ഷനാണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും.
തുടർന്ന് വരുന്ന മിഷനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അഥവാ മിഷൻ ആണ് ആദ്യം ഒപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന സെയിന്റ് തോമസിനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഏത് ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നത്? മിഷൻ. മിഷനാണ് ഡോൺസ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: ഏത് സംസ്ഥാനത്താണ് രാജ്കോട്ട് രൂപത സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ്: രാജസ്ഥാൻ, ഗുജറാത്ത്, ഒറീസ, കർണാടക. ഗുജറാത്ത്. ഗുജറാത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്ന ഉത്തരം. നമുക്കത് ഉത്തരം ശരിയാണോ നോക്കാം. ആൻസർ കറക്റ്റ് ആണ്, ഗുജറാത്ത്. ഈ റൗണ്ടിൽ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ബാക്കിയുണ്ട്. ആ ചോദ്യം ഏതാണ് നോക്കാം. മാർ തോമാസ് ലീഹ വെള്ളം മുകളിലേക്ക് എറിഞ്ഞ് ദിവ്യശക്തി കൊണ്ട് വെള്ളം അന്തരീക്ഷത്തിൽ നിർത്തിയ സ്ഥലം? പാലയൂർ. പാലയൂർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ശരിയായിരിക്കോ? ആൻസർ കറക്റ്റ് ആണ്, പാലയൂർ. ഈ റൗണ്ടിലെ 2 ചോദ്യങ്ങൾക്കും കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. സമ്മാനവും നേടിയിട്ടുണ്ട്. ലെനെ, സമ്മാനം കൊടുക്കാം നമുക്ക്. ലെനെ, ഒരു കാര്യം ചെയ്യാലേ, ഡോൺസ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. നമ്മുടെ ഓഡിയൻസിന് ഒരു ക്വസ്റ്റ്യൻ കൊടുത്താലോ? കൊടുക്കാം. അവരെല്ലാം അതിനു വേണ്ടി വെയിറ്റിംഗ്. നിങ്ങൾ ഓഡിയൻസിനായിട്ടുള്ള ചോദ്യം ഇതാണ്: വലപ്പാട് ഇടവകയുടെ കിഴക്കേ പ്രദക്ഷിണ വഴിയുടെ അവസാനം കോൺവെന്റ് ജംഗ്ഷനിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ നാമധേയത്തിലുള്ള കുരിശുപള്ളി സ്ഥാപിച്ചത് എന്ന്? ആ ചേച്ചി കൈപ്പൊക്കിയിട്ടുണ്ട്. മുന്നോട്ട് പോരെ. സെപ്റ്റംബർ 24. ആൻസർ കറക്റ്റ് ആണോ തെറ്റാണോ എന്ന് ചോദിച്ച് സമയം ലേറ്റ് ആക്കുന്നില്ല. ആൻസർ കറക്റ്റ് ആണ്, 2002 സെപ്റ്റംബർ 24. ഇനി ബാക്കി നിൽക്കുന്നത് 2 റൗണ്ടുകളാണ്. ഏത് റൗണ്ടാണ് ചൂസ് ചെയ്യുന്നത്? മാർഗം. വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ് മാർഗം റൗണ്ട്. ഈ റൗണ്ടിൽ 2 വിശുദ്ധരെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. വിശുദ്ധ ലാസർ ദേവസഹായം, വിശുദ്ധ മദർ തെരേസ. ആരെയാണ് ഡോൺസിന് വേണ്ടത്? വിശുദ്ധ മദർ തെരേസ. വിശുദ്ധ മദർ തെരേസ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ചോദ്യം നോക്കാം. മദർ തെരേസ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച വർഷം? 1947. 1947 എന്നാണ് പറഞ്ഞിരിക്കുന്ന ഉത്തരം. ഉത്തരം ശരിയാണോ നോക്കാം. ആൻസർ കറക്റ്റ് ആണ്, 1947. ഈ റൗണ്ടിൽ ഒരു ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചോദ്യം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. സമ്മാനം ഞങ്ങളങ്ങ് തരാണ്. അടുത്തതായിട്ട് അതിരൂപത ചിൽഡ്രൻസ് മിനിസ്ട്രിയുടെ ലൈറ്റ് മ്യൂസിക് മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ലൂർദ് ഇടവകയിലെ തിരുബാല സഖ്യത്തിലെ ഒരു മിടുക്കിയാണ് എത്താൻ പോകുന്നത്. എലിസബത്ത് ബെനറ്റ് ആണ് ലൈറ്റ് മ്യൂസിക്കുമായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. നല്ല കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം.
ഹിമകണമഴ പോൽ അടിയനിലണയൂ സുഖകരമാണാ ദർശനം. 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 ജീവന്റെ ജീവനാമെൻ യേശുനാഥ, നീ എൻ്റെ അകതാരിൽ വാഴാൻ വരൂ. സ്നേഹം കൊതിക്കുന്നൊരെൻ മാനസത്തിൽ വേഗം വരേണേ എന്നാഥ. ഹിമകണമഴ പോൽ അടിയനിലണയൂ സുഖകരമാണാ ദർശനം. ഹിമകണമഴ പോൽ അടിയനിലണയൂ സുഖകരമാണാ ദർശനം. താങ്ക് യു. ഡോൺസെ, ബാക്കി നിൽക്കുന്നത് ഏത് റൗണ്ടാണ്? ജെറീക്കോ. വിഷ്വൽ റൗണ്ട് ആണ് ജെറീക്കോ റൗണ്ട്. നമ്മളിവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യും. അത് ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ച് കാണുക. ആ വീഡിയോയിൽ നിന്നായിരിക്കും ഡോൺസിനുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ ആണോ? ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യാനായിട്ട് സൈഡിൽ ഒരു നോട്ട് പാഡും പേനയും വെച്ചിട്ടുണ്ട്. ഡോൺസിന് അത് യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡോൺസ് റെഡിയാണ്. നമുക്ക് ആ വീഡിയോ കാണാം.
സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത മേഖലകൾ. കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലായി സീറോ മലബാർ സഭയ്ക്ക് 18 രൂപതകളുണ്ട്. ഇവയിൽ 9 രൂപതകൾ പ്രവാസി അജപാലനവും പ്രേക്ഷിത പ്രവർത്തനവും ഒന്നിച്ചു കൊണ്ടുപോകുന്നവയാണ്. അവ കർണാടകയിലെ ബൽത്തങ്ങാടി, ഭദ്രാവതി, മാണ്ഡ്യ, തമിഴ്നാട്ടിലുള്ള രാമനാഥപുരം, തക്കല, ഹൊസൂർ, മഹാരാഷ്ട്രയിലെ കല്യാൺ, ദില്ലി, ഹരിയാന, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഫരീദാബാദ്, ഇന്ത്യയിൽ സീറോ മലബാർ രൂപതകളുടെ സാന്നിധ്യമില്ലാത്ത ഇടങ്ങളിൽ പ്രേക്ഷിത പ്രവർത്തനം ത്വരിതപ്പെടുത്തുവാൻ സ്ഥാപിതമായ ഷംഷാബാദ് എന്നിവയാണ്. വീഡിയോ കണ്ടോ? ആ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ആ നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കാൻ പറ്റിയോ? ആ അങ്ങനെയാണെങ്കിൽ ആ ചോദ്യം ഏതാണെന്ന് നമുക്ക് നോക്കാം. സീറോ മലബാർ സഭയ്ക്ക് കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലായി എത്ര രൂപതകൾ ഉണ്ട്? 9 രൂപതകളെന്നാണോ വീഡിയോയിൽ കണ്ടത്? ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. 18 ഒരു ഉത്തരം മാറ്റി ഇപ്പോൾ എന്തായാലും മറ്റൊരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 18 എന്നുള്ള ഉത്തരം ശരിയാണോ നോക്കാം. ആൻസർ കറക്റ്റ് ആണ്, 18. തെറ്റിപ്പോകുന്നാണോ വിചാരിച്ചേ? വെറുതെ പറഞ്ഞു നോക്കിയതാണോ 18? വെറുതെ പറഞ്ഞു നോക്കിയതാണെങ്കിലും ആൻസർ കറക്റ്റ് ആയിട്ടുണ്ട്. ഈ റൗണ്ടിൽ ഈ ഒരൊറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. സമ്മാനം നേടിയിരിക്കുകയാണ് ഡോൺസ്. ആ സമ്മാനം ഞങ്ങൾ തരാണ്. ലിഖിത, നമ്മുടെ പ്രേക്ഷകർ ഇവരെ കട്ട വെയിറ്റിംഗ് ആണ് ഇവിടെ. ശരി, അവർക്ക് നമ്മൾ ക്വസ്റ്റ്യൻ കൊടുക്കണമല്ലേ? കൊടുക്കണമല്ലോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് നമുക്ക് ഡോൺസിലേക്ക് തിരിച്ചു വരാം. നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം ഇതാണ്: വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക സ്ഥാപിച്ചതിൻ്റെ 500-ാം വാർഷികം എന്നു മുതൽ എന്നു വരെയായിരുന്നു? ചോദ്യം ഒരിക്കൽ കൂടെ ഞാൻ വായിക്കാം. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക സ്ഥാപിച്ചതിൻ്റെ 500-ാം വാർഷികം എന്നു മുതൽ എന്നു വരെയായിരുന്നു? എല്ലാവരും ചിന്തയിലാണ്. ആരും ഇതുവരെ കൈ പൊക്കിയിട്ടില്ല. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൻസറാ. എന്നാ നമ്മുടെ സിസ്റ്റർ അവിടെ കൈ പൊക്കിയിട്ടുണ്ട്. പോരെ? ജനുവരി 1 മുതൽ 2000 ഡിസംബർ 31 വരെ. വലപ്പാട് ഇടവകയിലെ ആൾക്കാരൊക്കെ ഇല്ലേ നിങ്ങൾ? കറക്റ്റ് ആണോ? ശരിയാണെന്ന് അവർ പറയുന്നുണ്ട്. ആൻസർ എന്തായാലും കറക്റ്റ് ആണ്. 2000 ജനുവരി 1 മുതൽ 2000 ഡിസംബർ 31 വരെ. നമ്മുടെ സിസ്റ്റർമാരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് കൈയടിക്കുന്നുണ്ട്. സിസ്റ്ററുടെ പേരെന്താ? സിസ്റ്റർ ജിസ്മി. നമ്മൾ ചോദ്യം ചോദിച്ച് എല്ലാവരും ഒന്ന് സൈലന്റ് ആയിട്ട് ഇരുന്നു. പക്ഷെ ആ സമയത്ത് നമ്മുടെ ജിസ്മി സിസ്റ്റർ ആണ് മുന്നോട്ട് വന്ന് ആൻസർ പറഞ്ഞ് മടങ്ങാൻ പോകുന്നതും സമ്മാനമായിട്ടാണ്. ആ സമ്മാനം കൊടുത്തേക്ക്. ഡോൺസിന് ഇനി ബാക്കിയുള്ളത് ഇടവകയോ രൂപതയോ സംബന്ധിച്ചുള്ള ഒരു 7ാമത്തെ ചോദ്യമാണ്. ആ ജനറൽ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കിയാലോ? നോക്കാം. ചോദ്യം ഇതാണ്: വലപ്പാട് ദേവാലയം സ്ഥാപിക്കപ്പെട്ടത് എന്ന്? ചോദ്യം ഒരിക്കൽ കൂടെ ഞാൻ വായിക്കാം. വലപ്പാട് ദേവാലയം സ്ഥാപിക്കപ്പെട്ടത് എന്ന്? 1500 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ നമുക്ക് ചെക്ക് ചെയ്യാം. AD 1500. ആൻസർ കറക്റ്റ് ആണ്. ഡോൺസേ, സിസ്റ്റർ പറഞ്ഞതുകൊണ്ടാണ് ആ ഉത്തരം പറഞ്ഞത്. അറിയാം. ഹാപ്പി ആയോ? നമ്മുടെ മെമൻറ്റോ സ്വന്തമാക്കിയിട്ടാണ് ഡോൺസ് ഇവിടെ നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ നിന്ന് തിരിച്ചു പോകുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ട്? പപ്പ, മമ്മ, പിന്നെ അനിയൻ, ചേച്ചി. പപ്പയും അമ്മയും അനിയനും ചേച്ചിയും ഈ സമ്മാനങ്ങളൊക്കെ ഒന്ന് പിടിച്ച് നമ്മുടെ ഡോൺസിനെ സഹായിക്കാൻ മുന്നോട്ട് വരാമോ? ഡോൺസേ, സമ്മാനങ്ങളായിട്ട് താഴേക്ക് പോരെ.
ലിഖിതേ, പ്രതീക്ഷിക്കാത്തവർ വരെ സമ്മാനങ്ങളെല്ലാം കൊണ്ടാണല്ലേ നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ നിന്ന് ഇറങ്ങുന്നത്. അതിന് നമ്മുടെ പ്രേക്ഷിത വാഹിനിയുടെ ലക്ഷ്യം കൺഫ്യൂസ് ആക്കുക അല്ലെങ്കിൽ സമ്മാനം കൊടുക്കാതിരിക്കുക എന്നല്ല. വരുന്ന എല്ലാവർക്കും അത്രയും സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ആൻസർ പറയിപ്പിച്ച് മാക്സിമം സമ്മാനങ്ങൾ കൊടുക്കുക എന്നതാണ്. നമ്മുടെ പാർട്ടിസിപ്പൻസിന് മാത്രമല്ല, നിങ്ങൾ ഓഡിയൻസിനും കിട്ടിയില്ലേ സമ്മാനം? എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പിയാണ്. നമ്മുടെ എപ്പിസോഡ് നമുക്ക് ഹാപ്പി ആയിട്ട് തന്നെ എൻഡ് ചെയ്താലോ? ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യം ഓർത്തിരിക്കാം. ഗലാത്യക്കാർക്ക് എഴുതപ്പെട്ട ലേഖനം 3-ാം അധ്യായം 26-27 വാക്യങ്ങൾ. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ജ്ഞാനസ്നാനം സ്വീകരിച്ച് ദൈവത്തിൻ്റെ മക്കളായി തീർന്നവരാണ് നാം ഓരോരുത്തരും. ഈ ലോകത്തിൻ്റെ അന്ധകാരത്തോട് പടവെട്ടാനായി ദൈവത്തിൻ്റെ എല്ലാ കവചവും ധരിച്ച് പുറത്തേക്ക് ഇറങ്ങുവാനാണ് വിശുദ്ധ പൗലോസ്ലീഹ ആഹ്വാനം ചെയ്യുന്നത്. സമാധാനത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവാനായി ക്രിസ്തുവിനെ ധരിച്ച് നമുക്ക് എല്ലാവർക്കും ഇറങ്ങിത്തിരിക്കാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറിയാകാൻ. This is Likita Peter and Lena Joseph signing off. Thank you. പ്രേഷിതവാഹിനി വന്നിരാ പുതിയ ദൂതുമായി യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം, മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം. Santo Mission.